നമസ്കാരം. കഥകൾ ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾ ആരും ഉണ്ടാവില്ല. എത്ര മസിൽ പിടിച്ചിരിക്കുന്നവരാണെങ്കിലും നല്ലൊരു കഥ കേട്ടാൽ കുറച്ച് നേരം കേട്ടിരിക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു കഥ പറയാം. പണ്ട് അമേരിക്കയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ജൂലിയൻ എന്നാണ് അയാളുടെ പേര്. ഒരുപാട് അസിസ്റ്റൻറ്റുമാരുണ്ടായിരുന്നു, VIP കസ്റ്റമേഴ്സ്, ഇഷ്ടം പോലെ പൈസ, ആഡംബര ബംഗ്ലാവ്, അടിപൊളി ജീവിതം. അയാൾക്കൊരു ചുവന്ന ഫെറാറി കാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, റോബിൻ ശർമ്മ എഴുതിയ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി, സ്വന്തം ഫെറാറി വിറ്റ സന്യാസി എന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജൂലിയൻ അങ്ങനെ ഭയങ്കര സക്സസ്ഫുള്ളായ ഒരു കരിയറിലൂടെ പോകുമായിരുന്നു. പക്ഷേ അയാൾക്ക് കുടുംബത്തെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായില്ല. അതുകൊണ്ട് കുടുംബബന്ധം തകർന്നു. അതുപോലെ തന്നെ അയാളുടെ ആരോഗ്യം, ഒരു 50 വയസ്സൊക്കെ പ്രായമുള്ള അയാൾക്ക് കണ്ട ഒരു 75 വയസ്സൊക്കെ തോന്നുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരിക്കൽ അയാൾ കോടതിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് അയാൾ സ്വന്തം ജീവിതം ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ഉപയോഗിക്കേണ്ടിയിരുന്നത്, ശരിക്കും ഞാനൊരു വിജയമാണോ എന്നൊക്കെ അയാൾ ആലോചിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അയാൾ ഒരിക്കൽ ഇന്ത്യയിലുള്ള ഹിമാലയത്തിലുള്ള വളരെ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുന്ന കുറേ സന്യാസിമാരെ കുറിച്ച് കേൾക്കും. അത് കേട്ട് പിന്നെ അയാൾ നേരെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞതും നേരെ വിടുന്ന എല്ലാ സാധനങ്ങളും അയാളുടെ വിറ്റ്, അയാളുടെ സ്വന്തം ഫെറാറി വരെ വിറ്റ് അയാൾ നേരെ ഇന്ത്യയിലേക്ക് വന്ന് ഈ സന്യാസിമാരെ കണ്ട് അവർ ശിഷ്യനാവും. അപ്പോൾ ഒരു സന്യാസി പറയും, ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു കഥ പറഞ്ഞു തരാം, അതിൽ നിനക്കിതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരു കഥ പറയുകയാണ്. അതായത് ഒരു പൂന്തോട്ടം, അതിൽ നിറയെ മനോഹരമായിട്ടുള്ള പൂക്കൾ. അപ്പോൾ ഒരു സൈഡിലൊരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൻ്റെ അവിടുന്ന് ഒരു ഭയങ്കര ഭീമാകാരനായിട്ടുള്ള ഒരു സുമോ ഗുസ്തിക്കാരിങ്ങനെ നടന്നു വരും. അപ്പോൾ അയാൾ കേബിൾ കൊണ്ടുള്ള ഒരു ഇന്നർവെയറാണ് അയാൾ ഇട്ടിട്ടുള്ളത്. അയാളുടെ കയ്യിലൊരു സ്വർണ്ണ വാച്ച് കിട്ടിയിട്ടുണ്ട്. അയാൾ ആദ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് അയാൾ 2 സൈഡിലും നിറയെ സുഗന്ധം നൽകുന്ന റോസാപ്പൂക്കളുള്ള തിളങ്ങുന്ന കല്ലുകൾ പതിച്ചിട്ടുള്ളൊരു വഴി കൂടെ അയാൾ അങ്ങനെ നടന്നു പോകും. കഥ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ അഡ്വക്കേറ്റിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അയാൾ പറയും, ഞാൻ ഇതിലെ ഓരോ സംഭവങ്ങളും ഓരോ മെസ്സേജുകളാണ് തരുന്നത്, ഞാൻ പറഞ്ഞുതരാമെന്ന് കൊണ്ട് സന്യാസി പറയും. ഒന്നാമത്തത്, നമ്മുടെ പൂന്തോട്ടം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സും അതിലെ പൂക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുമാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചെറിയ ചെറിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു നിയന്ത്രണവുമില്ല. എന്നാൽ നമുക്ക് അതിനെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റും. എന്നിട്ട് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകളെ കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാച്ച് ടവറാണ്. വാച്ച് ടവർ എന്ന് പറയുന്നത് ഡയറക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തോന്നിയ പോലെ എന്തൊക്കെയോ ചെയ്ത് അങ്ങോട്ട് ജീവിക്കാതെ നമ്മൾ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധത്തോടുകൂടി നല്ലൊരു ലക്ഷ്യം ഉണ്ടാക്കി ലക്ഷ്യബോധത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സുമോ ഗുസ്തിക്കാരൻ തന്നെയാണ്. അയാൾക്ക് ആ ഒരു ശരീരം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പണിയാണ്. നല്ല ഭക്ഷണത്തിലാണെങ്കിലും മറ്റ് പ്രാക്ടീസ് ആണെങ്കിലും എല്ലാ ദിവസവും കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്ന പോലെ ജാപ്പനീസ് ഇതിലൊരു കെയ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അതായത് നമ്മൾ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, ജീവിതാനുഭവങ്ങളിൽ നിന്നാണെങ്കിലും പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ വെച്ച് നിരന്തരം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അയാൾ ഇട്ടിരിക്കുന്ന ആ പ്രത്യേക ഇന്നർ വെയറാണ്. ചെറിയ ചെറിയ വയറ് കൊണ്ടുള്ള കേബിളാണെങ്കിലും അതിന് ഇരുമ്പിനേക്കാൾ പവർ ഉണ്ടായിരിക്കും. എന്ന പോലെ നമ്മൾ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഒറ്റയടിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഓരോ ദിവസവും 0.5%, 1% എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. അതൊരിക്കൽ നമ്മൾ അറിയാതൊരു വലിയ മാറ്റമായിട്ട്, വലിയൊരു പോസിറ്റീവായിട്ട്, വലിയൊരു വിജയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കയ്യിൽ കെട്ടിയിട്ടുള്ള സ്വർണ്ണ വാച്ചാണ്. അത് സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളൊക്കെ എത്ര കൊല്ലം ജീവിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും വെറുതെ ഇരിക്കും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ആലോചിക്കാറ് പോലുമില്ല. അങ്ങനെയല്ല, നമ്മൾ നല്ലോണം ആലോചിച്ച് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് സന്തോഷം നൽകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ എഫക്റ്റീവായി മാറും എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സുഗന്ധം പരത്തുന്ന റോസാപ്പൂക്കളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിലുള്ള സന്തോഷം, സമാധാനം, കുറച്ചൊക്കെ സാമ്പത്തികവും സമൂഹത്തിൽ അത് ആവശ്യമുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തിളങ്ങുന്ന കല്ല് പതിച്ചിട്ടുള്ള പാതകളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പോയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാം എന്ന് വിചാരിക്കാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മളൊരു ചായ കുടിക്കുകയാണെങ്കിൽ അത് ആസ്വദിച്ച് കുടിക്കുക. നമ്മുടെ വീട്ടുകാരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരസ്പരം തമാശ പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെറിയ ചെറിയ മൊമെൻറ്റുകളെ നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയാണെങ്കിലും ചെറിയ ചെറിയ മീറ്റിങ്ങുകളെ നമ്മളൊരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും എന്നുള്ളതാണ് ആ ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ആ ഒരു കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ള പോലെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.